അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 50 mm ആൻഡ് ആക്സിസ് ലെങ്ത് 70 mm റെസ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ HP. എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP and incline at 35 degree to HP and bisect the axis of the cone. Draw the development of the truncated cone. Okay. അപ്പോൾ ഈ പ്രോബ്ലം ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം നമ്പർ 7 ഡെവലപ്മെൻറ്റിൽ കാണാൻ പറ്റും. അവിടെ ഇത് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-70 അത് സെയിം ആണ്. ഡ്രോ ദ സെക്ഷണൽ ടോപ്പ് വ്യൂ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് വെൻ ഇറ്റ് ഈസ് കട്ട് ബൈ ആൻ ഇൻക്ലൈൻ പ്ലെയിൻ ബൈസെക്റ്റിംഗ് ദ ആക്സിസ് ആൻഡ് ഇൻക്ലൈൻ അറ്റ് 45 degree to HP. ആ 45 degree മാറ്റി ഇവിടെ 35 degree ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഇൻക്ലിനേഷനിൽ മാത്രം ഇവിടെ 45 degree മാറിയിട്ട് 35 degree വരും. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നടത്തുന്നില്ല, ആ വീഡിയോ കണ്ടാൽ മതി. അതിൽ ഓരോ പോയിൻറ്റ്സും ഇതെങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അവിടെ ഞാൻ സെക്ഷണൽ ടോപ്പ് വ്യൂ വരച്ചിട്ടുണ്ട്. സെക്ഷണൽ ടോപ്പ് വ്യൂ ആ ക്വസ്റ്റ്യന് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഇവിടെയും വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം സെക്ഷണൽ ടോപ്പ് വ്യൂ ചോദിച്ചിട്ടില്ല, നമ്മളോട് ഡെവലപ്മെൻറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വരച്ചാലും വരച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, മാർക്കിനെ ബാധിക്കില്ല. ഈ പോയിൻറ്റ്സ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. ഞാൻ CAD യൂസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് കോണ് HP റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് XY ലൈൻ താഴെ സർക്കിൾ കിട്ടുന്നു. ഈ ജനറേറ്റേഴ്സ് 8 ജനറേറ്റേഴ്സ് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് 45 degree എടുത്തിട്ട് 8 ആയിട്ട് ഇതിന് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 8 ജനറേറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു, അതിന് നെയിം ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, അടുത്ത സ്റ്റേജിൽ കോണിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ പൊസിഷന് 5 മാർക്സ് കിട്ടും ഡ്രാഫ്റ്റ് സ്കീമിൽ. അടുത്തത് സെക്ഷൻ ചെയ്യണം. സെക്ഷൻ ചെയ്യുന്ന തന്നിരിക്കുന്നത് എന്താണ്? ബൈസെക്റ്റിംഗ് ദ ആക്സിസ്. അപ്പോൾ 70 ആണ് ഇതിൻ്റെ ഹൈറ്റ്, 35 എടുക്കുക. 35 ഒരു ഹൊറിസോണ്ടൽ തിൻ ലൈൻ വരയ്ക്കുക. എന്നിട്ട് 35 degree. ഓക്കെ, നമുക്ക് 45 അല്ല, നമ്മൾ ചെയ്തത് 45 ആണ്, ഇത് 35 ആണ്, മാറിപ്പോരുത്. 35 degree ഈ ഡയറക്ഷനിൽ എടുക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുക. ഏത് ഡയറക്ഷനും കുഴപ്പമില്ല, അതൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് 35 degree എടുത്ത് സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്തു. സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സെക്ഷൻ പോയിൻറ്റ്സ് കാണാം. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഒരൊറ്റ ലൈനേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഒരു പോയിൻറ്റ് 1'. ഇവിടെ 2 ലൈൻ ഉണ്ട്, കാരണം ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്, Hഉം Bയും ഉണ്ട്. അപ്പോൾ 2 പോയിൻറ്റ്സ് ഉണ്ടാവും, 2' ആൻഡ് ബ്രാക്കറ്റിൽ ഒരു പോയിൻ്റ് കൊടുക്കുന്നു. ഇവിടെ ആക്സിസ് ലൈൻ മാത്രമല്ല, ജനറേറ്ററും കൂടെ ഉണ്ട്, GC എന്ന 2 ജനറേറ്ററും കൂടെ ഇതിൽ വരുന്നുണ്ട്, അതുകൊണ്ട് 2 പോയിൻ്റ് ഉണ്ട്. 3' ബ്രാക്കറ്റിലൊരു പോയിൻ്റ് വരും, അത് പിന്നീട് കൊടുക്കാം. അടുത്ത വരുന്നത് ഇവിടെ Fഉം Dയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 2 ലൈൻ ഉണ്ട്. 4' ബ്രാക്കറ്റിലൊരു പോയിൻ്റ് വരും, ഇത് 5' വരും. ഇനി ബ്രാക്കറ്റിൽ വരുന്നത് 6', 7', 8'. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നെയിമിങ് കിട്ടും. അങ്ങനെ കണ്ടിന്യൂസ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ 1' കൊടുത്തിട്ട് ഇത് 2', 3', ഇത് 4', 5', 6', 7', 8' എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 കണ്ടിന്യൂസ് ആയിട്ട് കിട്ടില്ല, ഓർഡർ തെറ്റിയിട്ടുണ്ടാവും. അതൊന്നും ഒരു മിസ്റ്റേക്ക് അല്ല, അങ്ങനെയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഇത്രയും ചെയ്ത് വെച്ചു. സെക്ഷൻ ലൈൻ ലൊക്കേറ്റ് ചെയ്തു. മാർക്കിംഗ് ഓഫ് സെക്ഷൻ പ്ലെയിൻ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്സ് ഇവിടെ കിട്ടി. ഓക്കെ, 5 + 3 8 മാർക്കായി ഡ്രാഫ്റ്റ് സ്കീമിനെ ബേസ് ചെയ്തിട്ട്. ഇനി ഇതിൻ്റെ സെക്ഷണൽ ടോപ്പ് വ്യൂ കാണണം. ടോപ്പ് വ്യൂ വരയ്ക്കണ്ട, സെക്ഷണൽ ടോപ്പ് വ്യൂ പോയിൻറ്റ്സ് കണ്ടാൽ മതി. അപ്പോൾ അതിന് ഓരോ പോയിൻറ്റ്സും താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1' എന്ന് പ്രൊജക്റ്റ് ചെയ്യണം താഴോട്ടേക്ക്. അപ്പോൾ 1' എവിടെയാണ്? 1' A', O''ലാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടും? 1 കിട്ടും. AOയിൽ 1 കിട്ടും. ഓക്കെ, ഇത് O ആണ്. ഇവിടെ പോയിൻറ്റ് നെയിം ചെയ്യാൻ വിട്ടേ, O എന്നുള്ള പേര് കൊടുക്കണം. 1 ആണ്. അങ്ങനെ ഇവിടെ ഈ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇതിൽ Bയും Hഉം അല്ലേ, അപ്പോൾ ഇവിടെ 8 കിട്ടും, ഇവിടെ 2 കിട്ടും. ഓക്കെ, ഈ 3 കിട്ടാനാണ് പണി, അതാണ് നമ്മൾ നോക്കുന്നത്. 3ഉം 7ഉം കിട്ടാൻ. ഓക്കെ, 3ഉം 7ഉം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3ഉം 7ഉം കിട്ടാൻ വേണ്ടിയിട്ട് 3നെ ഈ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, ബാക്കി എല്ലാ പോയിൻറ്റ്സും കിട്ടി. 4ഉം 6ഉം ഇവിടെ കിട്ടി. ഓക്കെ, 4 ഇവിടെ കിട്ടി, 6 ഇവിടെ കിട്ടി. 3ഉം 7ഉം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. നേരെ താഴോട്ടേക്ക് OEയിലേക്ക് കൊണ്ടുവരിക. ഈ പോയിൻറ്റിൽ നിന്ന് ഈ പോയിൻ്റ് റേഡിയസിൽ ആർക്ക് വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ 7 കിട്ടും, ഇവിടെ 3 കിട്ടും. ഇതൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോ കാണുക, അതായത് പ്രോബ്ലം നമ്പർ 7 ഡെവലപ്മെൻറ്റിൽ. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? നമുക്ക് ഡെവലപ്മെൻറ്റ് വരയ്ക്കണം. ഡെവലപ്മെൻറ്റ് വരയ്ക്കണമെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഓഫ് എ കോൺ ഈസ് എ സെക്ടറാണ്. അപ്പോൾ ഈ സെക്ടറിൻ്റെ റേഡിയസ് ഈക്വൽ ടു OA ഈക്വൽ ടു ഈ O', E' അല്ലെങ്കിൽ O', A' ആണ്. അതായത് എൻഡ് ജനറേറ്ററിൻ്റെ ലെങ്ത് ആണ്, അത് നമുക്കറിയാം. അത് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 74 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 74ൽ ഒരു ആർക്ക് വരയ്ക്കണം. ഈ ആർക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന എവിടെയാണ്? ഈ ആംഗിൾ കാണണം. ഈ ആംഗിൾ നമുക്ക് 121 degree ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? സബ്റ്റൻഡ് ആംഗിൾ ഈക്വൽ ടു ഇതിൻ്റെ സർക്കംഫറൻസ് 180 × D. ഓക്കെ, ഇതിൻ്റെ സർക്കംഫറൻസ് 180 × D, ഇതിൻ്റെ ഡയമീറ്റർ 50, 180 × 50 ഡിവൈഡഡ് ബൈ
ആർക്ക് ലെങ്ത് ഉദ്ദേശിക്കുന്നത് ഒയുടെ ലെങ്ത് നമ്മളിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 74 ആണ്. അങ്ങനെ അപ്രോക്സിമേറ്റ്ലി 121 ഡിഗ്രി കിട്ടും. അങ്ങനെയും ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യാനൊക്കെ മറന്നു പോവുകയാണെങ്കിൽ FE ലെങ്ത് എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക. അങ്ങനെ 8 പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 120 ഡിഗ്രീൻ്റെ അടുത്ത് കിട്ടും. അങ്ങനെ ചെയ്താലും മതി. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കീയിൽ ഈ ആംഗിൾ ഫൈൻഡ് ചെയ്തതിന് മാർക്ക് ഉണ്ട്, ആ മാർക്ക് കിട്ടില്ല. അത് ഇവിടെ തന്നിരിക്കുന്നത് ഫൈൻഡിങ് ഓഫ് ആംഗിൾ തീറ്റ 2 മാർക്സ് ആണ്. അപ്പോൾ ആ 2 മാർക്സ് പോവും. ഓക്കെ, ഇനി ഡെവലപ്മെൻറ്റ് ഓഫ് ലാറ്ററൽ സർഫസ് ഓഫ് ദ കോൺ 3 മാർക്സ്. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ 3 മാർക്സും കൂടെ കിട്ടി. ഓക്കെ, അപ്പോൾ ടോട്ടൽ 5 + 2 + 3 + 3 ഇത്രയും മാർക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? ഈ പോയിൻറ്റ്സിനെ എവിടെ മാർക്ക് ചെയ്യണം? മാർക്കിംഗ് ഓഫ് സെക്ഷൻ പോയിൻറ്റ്സ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡ്രോയിങ് ദ കർവ് ഇൻ ദ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അതായത് ഡെവലപ്മെൻറ്റിൽ ഈ കർവ് വരയ്ക്കണം. ഓക്കെ, ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് ഡെവലപ്മെൻറ്റിൽ ഈ കർവ് കാണിക്കണം. അതിനാണ് ബാക്കി വരുന്ന 5 മാർക്സ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് പലരും ചെയ്യുന്നത് പറഞ്ഞാൽ O'1' എടുത്തിട്ട് O'1' ഏതാണ്? O'A'ലല്ലേ? അപ്പോൾ OAയിൽ O'1' ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ കട്ട് ചെയ്യും. അത് ശരിയാണ്. ബട്ട് O'2' B'-ലാണ്. അപ്പോൾ BOയിൽ O'2' ഡിസ്റ്റൻസ് എടുത്ത് കട്ട് ചെയ്ത് തെറ്റാണ്. കാരണം ഇത് ട്രൂ ലെങ്ത് അല്ല. OA മാത്രമേ ട്രൂ ലെങ്ത് ഉള്ളൂ. അതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സിനെയും സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, എല്ലാ പോയിൻറ്റ്സിനെയും സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ട്രൂ ലെങ്ത് കാണണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ സൈഡിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ സൈഡിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ട്രൂ ലെങ്ത് കണ്ടിട്ട് ആ ട്രൂ ലെങ്താണ് കട്ട് ചെയ്യേണ്ടത്. അതായത് O'1' O1 ഇവിടെയും കട്ട് ചെയ്ത്. ഇനി O'2' അല്ല ഞാൻ എടുക്കുന്നത്. ഇവിടെയുള്ള ഈ 2'1' ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. എന്നിട്ടാണ് 2ഉം അതിൻ്റെ കൂടെ വരുന്ന 8ഉം കിട്ടുന്നത്. ഓക്കെ, ഇനി 3ഉം 7ഉം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെയും സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ ഡിസ്റ്റൻസിലാണ് 3ഉം 7ഉം കിട്ടുന്നത്. 3ഉം 7ഉം Cയും Gയിലാണ്. ഓക്കെ, അപ്പോൾ Cയും Gയിലായിട്ട് 3ഉം 7ഉം കിട്ടി. ഇനി 4ഉം 6ഉം അത് ഇവിടത്തേക്കോ അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലേക്കോ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഡിസ്റ്റൻസ് രണ്ട് സെയിം ആയിരിക്കും. ആ ഡിസ്റ്റൻസിലാണ് 4ഉം 6ഉം എടുക്കേണ്ടത്. 4ഉം 6ഉം എവിടെയാണ് വരുന്നത്? DFലാണ്. ഓക്കെ, DFലായിട്ട് 4ഉം 6 കിട്ടും. 5നെ പ്രൊജക്റ്റ് ചെയ്യുമെന്ന് വേണ്ട, കാരണം 5 ഇവിടെ തന്നെയാണ്, ട്രൂ ലെങ്ത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ 5 കിട്ടും. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ട് സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. ഫ്രീ ഹാൻഡായിട്ട് സ്മൂത്ത് കർവ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. സിമ്പിൾ പൊസിഷൻ വരയ്ക്കുന്നതിന് 5 മാർക്സ്, സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യുന്നതിന് 3 മാർക്സ്, 2 മാർക്സ് ഫോർ ഫൈൻഡിങ് ആംഗിൾ, ദെൻ 3 മാർക്സ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് കോൺ, ലാറ്ററൽ സർഫസ് ഓഫ് ദ കോണിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നതിന് 3 മാർക്സ്. ബാക്കി ഇനി ഈ പോയിൻറ്റ്സൊക്കെ ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസ് ഇവിടത്തേക്ക് എടുത്തിട്ട് ഈ കർവ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്, ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 5 മാർക്സ്, 2 മാർക്സ് ഫോർ നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ്.